തേന് വിറ്റോണ്ടായാല 200-300 ചെല്ലിയാല ഒറിജിനൽ തേനാ. ഇവിടെ തേന് തന്നെ അല്ലേ? തേന് വേണം. നമ്മളെ പൊരയിൽ എല്ലാവരുടെ പൊരയിലും കുറച്ച് തേന്, കുറച്ച് ഈത്തപ്പഴം. അത് അജുവായങ്ങ് നല്ലത്. മൗലൂദിനെല്ലാം ഈത്തപ്പഴം വെക്കുമ്പോൾ ജാഗ്രത ആക്കണം. ആ ചാണ പോലെ ഉണങ്ങിയിട്ട് ഒന്നിനേക്കൊന്ന് ജോയിന്റ് ആയിട്ട് അതിന്റെ മോൾക്ക് പഞ്ചാര വേറിയിട്ടല്ല വെക്കുന്നത്. സുറും അതിന്റെ മേൾക്ക് ഈത്തപ്പഴം വാങ്ങുമ്പോൾ നല്ല ഈത്തപ്പഴം ആയിക്കോളി ആരോഗ്യത്തിന്. ഒലിവ് ഓയിൽ നമ്മളെ പൊരയിൽ ഉണ്ടാകണം. അതുപോലെ അത്തിപ്പഴം നമ്മുടെ വീട്ടിലുണ്ടാകണം. അങ്ങനെ ഇതിന്റെ ഇടക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊടുത്തിട്ട് വെച്ച് ആരെ തൊടാൻ അളക്കുന്നില്ല. ഈ മനസ്സ തിന്നാൻ അളക്കുന്നില്ല. ഉസ്താദ് ചെല്ലി എപ്പോഴും ഭരൽ ഇത് വേണോന്ന്. എന്തിന്റെ ഇത് എടുത്തു വെക്കാനാ? അല്ല, തിന്നാൻ കഴിക്കാൻ കുറച്ച് തിന്നണ്ടല്ലേ, കഴിക്കാൻ പെടുന്നില്ല ഇയാള്. ഉസ്താദ് ചെല്ലി എപ്പോഴും ഭരല് സ്റ്റോക്ക് വേണോ. സ്റ്റോക്ക് വേണോ തീരുമ്പോ വേറെ കൊടുത്തിട്ട് വെക്കണോ, അല്ലാതെ കൊടുന്നേനെ തിന്നണ്ടെന്നല്ല. അങ്ങനത്തെ കഞ്ചൂസിന്റെ ഓർ ഉണ്ടാവുമല്ലോ. അള്ളാഹു സലാമത്താക്കട്ടെ. ബഖീലന്മാർ കഞ്ചൂസുകളൊക്കെ ഉണ്ടാകുന്നു. തേന് ഒറിജിനൽ 4 കുറി ചൊല്ലി. ലാസ്റ്റ് ഇയാൾ അളക്കുന്നില്ല. ഇയാൾ കേട്ട് നേരെ ഒറിജിനൽ തന്നെയാണ്. അപ്പൊ അയാൾ ചൊല്ലി തേനോട് കേൾക്കണോ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആക്കിനാന്ന്. ഞാൻ എന്തോ ആക്കിയിട്ടില്ല അല്ലേ. ലാസ്റ്റ് ചോടി വന്നിട്ട് തേന് മിറ്റോടങ്ങ് പോയിട്ട് അപ്പുറം ഇപ്പുറം ഡ്യൂപ്ലിക്കേറ്റ് ആക്കിനാന്ന് അറിയല. ഞാനെന്ത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടില്ല അല്ലേ. ചില ഈ നേറ് പറയുന്ന ആൾക്ക് വേഗം ചൊടി വരും. ചില ആൾക്കെല്ലാം ചൊടി വന്ന ആളെല്ലാം നേര് ചെല്ലുന്നൊന്നും അല്ലവാ. ചില ആൾ അങ്ങനെ ഉണ്ടാന്ന് വേഗ കോപ്പ് പറവോറ മനസ്സു ശുദ്ധ മനസ്സു തേടിയിടുന്ന സ്റ്റേറ്റസിൽ എല്ലാവരും പറഞ്ഞിട്ട് വന്നിട്ട്. എങ്ങനെ ചൊടി വരുന്ന ആൾക്കെല്ലാം ശുദ്ധ മനസ്സെന്ന് അർത്ഥമില്ല. ശുദ്ധ മനസ്സുള്ള ആൾക്ക് ചിലപ്പോ പെട്ടെന്ന് ചൊടി വരാന്ന് മാത്രമാണ്. ചൊടി വരുന്നതിന് തൊട്ട് അല്ലാഹു കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, കൽബിൽ മുഴുവനും തഖ്വ ഉണ്ടാകണം. കൽബിൽ നല്ല ഭയപ്പാടുണ്ടാകണം. ആ ഭയപ്പാട് ഉസ്താദോട് വേറെ, തങ്ങളോട് വേറെ, പള്ളിയിൽ വേറെ, റമളാനിൽ വേറെ എന്നില്ല, എല്ലായിടത്തും വേണം. അവരുമായി ബന്ധപ്പെടുമ്പോ പ്രത്യേകം സൂക്ഷിക്കുകയും ചെയ്യണം. തഖ്വയുള്ളവരാരോ? തഖ്വ കാണിക്കാനുള്ളതല്ല, കൽബിലാണ് തഖ്വ.